ഒരാഴ്ച ദൗത്യം പിന്നിടുമ്പോഴും ഫലമില്ല. ഇന്ന് ആനയ്ക്ക് പിന്നാലെ തന്നെ ദൗത്യസംഘം ഉണ്ടായിരുന്നെങ്കിലും അനുകൂല സാഹചര്യം ഉണ്ടായില്ല. മയക്കുവെടി വെക്കാനുള്ള ശ്രമം നാളെയും തുടരും. ജനവാസ മേഖലയോട് ചേർന്ന വനപ്രദേശത്താണ് ആനയുള്ളത്. ഇക്കാരണത്താൽ തന്നെ ജാഗ്രതയോടെയാണ് നടപടികൾ. എമ്മട്ടി, തിരൂർക്കുന്ന് ഭാഗങ്ങളിൽ നിന്ന് ഒടുവിൽ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. മുൻപ് ഇതേ കാട്ടാനയെ ബേലൂരിൽ നിന്ന് പിടികൂടിയ കർണാടക വനപാലക സംഘാംഗങ്ങളും ദൗത്യസംഘത്തിനൊപ്പമുണ്ട്. ഇന്നലെ രാത്രിയോടെ പനവല്ലി ആദണ്ഡയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയിരുന്നെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയില്ല. കാർ യാത്രികരായ യുവാക്കൾ ആനയ്ക്ക് മുന്നിൽ പെടുകയും ചെയ്തിരുന്നു. ദൗത്യം ഇന്നേക്ക് 7 ദിവസങ്ങൾ പിന്നിടുകയാണ്. അടിക്കാടുകളും മറ്റും കാടിനുള്ളിൽ മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയാണ്. കൂടെയുള്ള മറ്റൊരു മോഴയാന വനപാലകർക്ക് നേരെ തിരിയുന്നതും പ്രതിസന്ധിയാണ്. അനുയോജ്യ സാഹചര്യം വരെ ആനയെ പിന്തുടരാനും ട്രാക്ക് ചെയ്യാനുമാണ് വനം വകുപ്പ് ശ്രമിക്കുന്നത്. പ്രദേശ വാച്ചർമാരുൾപ്പെടെ 50ഓളം പേർ വനത്തിനകത്ത് ദൗത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത്തരം ദൗത്യങ്ങളിൽ പരിചയസമ്പത്തുള്ള ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിൽ ആനയെ ഉടൻ പിടികൂടാനാവുമെന്നാണ് വനം വകുപ്പിന്റെ പ്രതീക്ഷ.